കേരളം ഉറ്റുനോക്കുന്ന നിലമ്പൂരിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തം. പി.വി. അൻവറിനെ കോൺഗ്രസിലെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കെ. സുധാകരൻ. അൻവർ വിഷയത്തിൽ യു.ഡി.എഫിനുള്ളിൽ ചർച്ച വേണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണം ശക്തമാക്കുകയാണ് യു.ഡി.എഫ്. സ്ഥാനാർത്ഥി ചർച്ച പുരോഗമിക്കുന്നതിനിടെ ഇടതുമുന്നണിയും ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടു. നിലമ്പൂരിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി സംബന്ധിച്ച തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ഹരികുമാർ ചേരുന്നു. സുപ്രഭ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വവും അല്ലെങ്കിൽ യു.ഡി.എഫ് ലയനവും തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് യു.ഡി.എഫിൽ തന്നെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ തന്നെ നേതാക്കൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ഇന്നലെ നിലമ്പൂരിൽ പി.വി. അൻവറിനെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ ഇന്ന് കണ്ണൂരിൽ മുൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ പി.വി. അൻവറിനെ അനുകൂലിച്ചുള്ള ഒരു നിലപാടുകളൊക്കെ വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ കേരളത്തിലെത്തിയിട്ടുണ്ട്. കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സ്ഥലത്ത് സന്ദർശനം നടത്താനാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ അദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായാണ് കൂരിയാട് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കരിപ്പൂരിലെത്തിയപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് കെ.സി. വേണുഗോപാൽ പറഞ്ഞത് പി.വി. അൻവർ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ എൽ.ഡി.എഫ് സർക്കാരിനോടുള്ള സർക്കാരിന്റെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാട്ടി രാജിവെച്ചിറങ്ങിയതിനെ തുടർന്നാണ്. അതായത് പി.വി. അൻവർ രാജിവെച്ചിറങ്ങിയതിനെ തുടർന്നാണ് അവിടെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത്. ഇത് പി.വി. അൻവറിന് എൽ.ഡി.എഫ് സർക്കാരിനോടുള്ള ഒരു നിലപാടാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അൻവർ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യം പറയണമെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിയ ശേഷമേ പറയാൻ കഴിയൂ എന്നും കെ.സി. വേണുഗോപാൽ പറയുന്നുണ്ട്. എന്തായാലും അടുത്ത 2 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ താൻ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം പി.വി. അൻവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് അൻവർ വിഷയവും കത്തിക്കയറുകയാണ്. സുപ്രഭ.